മണാശ്ശേരിയിലെ സാംസ്കാരിക നിലയം ഉദ്ഘാടനത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനത്തിന് പുതിയ MLA ഒഴിവാക്കിയതാണ് UDF പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിൽ പുതുതായി പണി കഴിപ്പിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനത്തെ ചൊല്ലിയാണ് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ പ്രത്യാരോപണങ്ങൾ തുടരുന്നത്. തിരുവമ്പാടി MLA ആയിരുന്ന ലിൻഡോ ജോസഫിൻ്റെ 2024-2025 വർഷത്തെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 64 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ നിലവിലെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ട് എന്നത് ജനങ്ങളുടെ നികുതി പണമാണെന്നും അതുകൊണ്ട് തോറ്റവർ തോൽവി അംഗീകരിച്ച് മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും UDF പറയുന്നു. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട UDF പ്രവർത്തകർ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ശിലാഫലകം തലേ ദിവസം എടുത്തുമാറ്റിയിരുന്നു. പ്രതിഷേധവുമായി എത്തിയ UDF പ്രവർത്തകരോട് സാംസ്കാരിക നിലയം ഉദ്ഘാടനമല്ല, മറിച്ച് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനമാണ് നടത്തുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാടമുറിച്ച് മറ്റ് പൊതുചടങ്ങുകൾ ഒഴിവാക്കി നഗരസഭാധികൃതർ തിടുക്കത്തിൽ പോവുകയായിരുന്നു. അതേസമയം സാംസ്കാരിക നിലയം കംഫർട്ട് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൻ്റെ ഉദ്ഘാടനമാണ് നടന്നതെന്ന് കാണിച്ച് നഗരസഭാധികൃതർ മാധ്യമങ്ങൾക്ക് വാർത്തയും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KP ചാന്ദിനി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ അധ്യക്ഷനായി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബ്ദുൽ അസീസ് വാർപ്പിൽ, റാഷിദ് കുന്നത്ത്, KP ബിന്ദു, ഭവന വിനോദ്, മനീഷ ഉള്ളാട്ടിൽ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.